Hello everyone, welcome to Entry App. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചൊരു റിക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ഇടുന്നത്. വീഡിയോസിന്റെ അണ്ടറിലായാലും വാട്സാപ്പിലായാലും എനിക്കൊരു റിക്വസ്റ്റ് ആണ് നബാർഡിന്റെ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. ആക്ച്വലി ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ ആണ്, അല്പം ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഡിലേ ആയി പോയതാണ്. അപ്പോൾ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് നബാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. എന്തിന്? റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് മാനേജർ. സോ അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ആണ്. സോ ഇറ്റ്സ് എ ഗുഡ് പോസ്റ്റ്. സോ അതുകൊണ്ട് ആരും അപ്ലൈ ചെയ്യാണ്ടിരിക്കരുത്. ഗ്രേഡ് എ ആണ്, RDBS ആണ്, അതായത് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിങ് സർവീസ് എന്നാണ്. അത് നോർമൽ ആയിട്ടുള്ള പോസ്റ്റ് ആണെന്ന് കാണിക്കാനാണ്. അപ്പൊ നബാർഡിന്റെ ഈ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിന്റെ അഡ്വർടൈസ്മെന്റ് ആണ് ഇപ്പോൾ നബാർഡ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷനിലെ കുറച്ച് കീ എലമെന്റ്സിലേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ ഓൺലി ഓൺലൈനായിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓൺ നബാർഡ് വെബ്സൈറ്റ് www.nabard.org between 17th July 2021 and 7th August 2021. അതായത് ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 7 വരെയാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. nabard.org എന്ന് പറയുന്ന സൈറ്റിൽ ഓൺലൈനായിട്ട് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. നബാർഡ് ഈസ് ആൻ ഓൾ ഇന്ത്യ അപെക്സ് ഓർഗനൈസേഷൻ ഹോളി ഓൺ ബൈ ദി ഗവൺമെന്റിന്റെ തന്നെയാണ്. സോ ഡോണ്ട് വെറി, ആൻഡ് ഈസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി എംപ്ലോയർ. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കി ബാങ്കുകൾ എങ്ങനെയാണോ അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ ഒരുപടി മുകളിൽ ഒരു ഹോളി ഓൺഡ് ഗവൺമെന്റ് ഓൺഡ് ഒരു അപെക്സ് ഓർഗനൈസേഷൻ ആണ് നബാർഡ് എന്ന് പറയുന്നത്. ഇനി ഇതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ക്രൈറ്റീരിയ, ഏജ് ക്രൈറ്റീരിയ ഫോളോ ചെയ്യണം. അതായത് 1/7/2021 ജൂലൈ 1 ദ കാൻഡിഡേറ്റ് മസ്റ്റ് ബി ബിറ്റ്വീൻ 21 and 30 years of age. ദാറ്റ് ഈസ് candidate must have been born not earlier than 1991 ജൂലൈ 2 മുന്നേ ജനിച്ചവരാകരുത്. അതേപോലെ തന്നെ 2000 ജൂലൈ 1 ശേഷം ജനിച്ചവരും ആകരുത്. അതിനിടയ്ക്ക് നിൽക്കുന്നവർക്ക് മാത്രമാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നമുക്ക് നോക്കാം. ഇവിടെ കാണാം ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഓൺലൈൻ ഫീസ് ഓർ ഇന്റിമേഷൻ ചാർജസ്. അപ്പൊ ഇതിനകത്ത് ഓൺലൈൻ ഡേറ്റ്സുകൾ പറയുന്നുണ്ട്. 17 ജൂലൈ മുതൽ ഓഗസ്റ്റ് 7 വരെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നത് ലാസ്റ്റ് വീക്ക് ഓഫ് ഓഗസ്റ്റ് ഓർ ഫസ്റ്റ് വീക്ക് ഓഫ് സെപ്റ്റംബർ 2021. അപ്പം ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് എക്സാമിന്റെ സമയമാണ് പറയുന്നത്. ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ്. ഇനി നബാർഡ് റിസർവ് ദ റൈറ്റ് ടു മേക്ക് ചേഞ്ച് ഇൻ ദ ഡേറ്റ്സ് ഓഫ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എക്സാം ഡേറ്റ്സിനെ പറ്റിയിട്ടും ഏജിനെ പറ്റിയിട്ടും പറയാനുള്ളത്. ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് ആൻഡ് റിസർവേഷൻ. നമ്പർ ഓഫ് വേക്കൻസീസിനെയും റിസർവേഷനെയും പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. സോ പോസ്റ്റും ഡിസിപ്ലിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ കാറ്റഗറി, SC/ST, OBC, EWS, ടോട്ടൽ എന്നിങ്ങനെയാണ് വേക്കൻസി കൊടുത്തിരിക്കുന്നത്. PWDയുടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ അസിസ്റ്റന്റ് മാനേജർ എന്നാണ് AM. RDBS ഞാൻ പറഞ്ഞായിരുന്നു, റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിങ് സർവീസ്. അപ്പൊ അതിന്റെ പല പോസ്റ്റ് അല്ലെങ്കിൽ ഡിസിപ്ലിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ജനറൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ആനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, ഫോറസ്ട്രി, പ്ലാന്റേഷൻ ഓർ ഹോർട്ടിക്കൾച്ചർ, ലാൻഡ് ഡെവലപ്മെന്റ് ഓർ സോയിൽ സയൻസ്, വാട്ടർ റിസോഴ്സ്, ഫിനാൻസ്, കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി. ഇത്രയും ഡിസിപ്ലിൻസിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങൾ ഏത് ഡിസിപ്ലിനിലും ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ജനറലിന്റെ കാറ്റഗറി നോക്കാം. 74 വേക്കൻസി ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയോളുക. UR SC/ST വേക്കൻസീസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ അഗ്രികൾച്ചർ, അങ്ങനെ ടോട്ടൽ വേക്കൻസീസ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര വേക്കൻസിയാണ് ഓരോ ഡിസിപ്ലിനിലും ഉള്ളത് എന്നുള്ളത്. അങ്ങനെ 148 വേക്കൻസിയാണ് ടോട്ടൽ അനൗൺസ് ചെയ്തിരിക്കുന്നത്. പിന്നെ രാജ്ഭാഷയാണ്. രാജ്ഭാഷയിൽ 2, ടോട്ടൽ 5 വേക്കൻസിയാണ് ഇവിടെയും അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഏത് ഡിസിപ്ലിനിൽ വരുന്നോ ആ ഒരു ഡിസിപ്ലിനിൽ വേണം നിങ്ങൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നോക്കാനുള്ളത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അപ്പം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഏജിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ കാര്യമാണ് പറയുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എ particular discipline means that
The candidate must have studied that discipline as main subject in respective degree course, and it must be mentioned in the degree certificate issued by the university or institute. അതായത് നിങ്ങൾ ആ ഒരു ഡിസിപ്ലിൻ പഠിച്ചിട്ടുണ്ടായിരിക്കണം, അത് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് തന്നെ അത് സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് അത് പ്രൂഫ് ആയിട്ട് അത് ഉണ്ടാവുകയും വേണം എന്നാണ് ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനകത്തുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് നോക്കാം. A candidate can apply for assistant manager under only one option. ഏതെങ്കിലും ഒരു ഓപ്ഷനിലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ from among the options given in table 1. It is clarified that candidate applying for assistant manager general cannot apply for another discipline. General apply ചെയ്തവർക്ക് ബാക്കി ഡിസിപ്ലിൻസിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല and vice versa. Similarly, candidates applying for assistant manager Raj Bhasha cannot apply for assistant manager and vice versa. അപ്പം ഒരൊറ്റ ഓപ്ഷനിലെ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി the candidate can apply only for one post or discipline of his or her choice. In case of multiple applications across or within disciplines of grade A, only the last application submitted will be considered valid. നിങ്ങൾ അവസാനം അയക്കുന്ന ആപ്ലിക്കേഷൻ മാത്രമായിരിക്കും വാലിഡ് ആയിട്ട് വരിക. ഇനി PWD candidates applying against underserved posts will not be eligible for relaxation in percentage in education qualification. They may, however, be eligible for age and fee. ഏജിലും ഫീയിലും മാത്രമേ PWD candidatesന് ഈ ഒരു റിസർവേഷൻ അവിടെ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി the candidate must possess the required educational qualification as on 1/7/2021. ഏതാ required educational qualification? Bachelor's degree ആണ്. The result of final term or semester or year examination of the required educational qualification must have been declared on or before 1/7/2021. Or other words, candidates whose final year or semester result have been declared after 1/7/2021 are not eligible to apply. അതായത് educational qualification must have been declared on or before 1/7/2021 ജൂലൈ 1 മുന്നേ റിസൾട്ട് വന്നിരിക്കണം. In other words, candidate whose final year or semester result have been declared after, അത് തന്നെ മറ്റൊരു വേർഡ്സിൽ പറഞ്ഞിരിക്കുകയാണ്, ജൂലൈ 1 ശേഷം വന്നവർക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഇനി പ്രിലിമിനറി എക്സാം സ്ട്രക്ചർ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ പ്രിലിമിനറി എക്സാം സ്ട്രക്ചറിലേക്ക് പോവാം. ഇവിടെ ടെസ്റ്റ് ഓഫ് റീസണിങ് 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, കമ്പ്യൂട്ടർ നോളജ് 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്, ഡിസിഷൻ മേക്കിംഗ് 10 ക്വസ്റ്റ്യൻ 10 മാർക്ക്, ജനറൽ അവയർനെസ് 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് വിത്ത് ഫോക്കസ് ഓൺ റൂറൽ ഇന്ത്യ 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് വിത്ത് എംഫസിസ് ഓൺ റൂറൽ ഇന്ത്യ അതും 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്. അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻ 200 മാർക്ക്, ടോട്ടൽ 120 മിനിറ്റ്സ്. കോമ്പോസിറ്റ് ടൈം ആണ്, 120 മിനിറ്റ് ആണ് ടൈമിനുള്ളത്. ബൈലിംഗ്വൽ ആണ് വേർഷൻ, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് എക്സെപ്റ്റ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പൊ ഹിന്ദിയിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും അത്. അപ്പം ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി അവര് വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ക്വാളിഫയിങ് സെക്ഷൻ. ഇവിടെ ക്വാളിഫൈ ചെയ്യേണ്ട സെക്ഷൻസ് ടെസ്റ്റ് ഓഫ് റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, കമ്പ്യൂട്ടർ നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഡിസിഷൻ മേക്കിംഗ്. അതായത് 1, 2, 3, 4, 5 5 ആദ്യത്തെ 5 ക്വാളിഫയിങ് സെക്ഷൻ ആണ്. ഇനി മെറിറ്റ് സെക്ഷൻ. ഇപ്പൊ ജനറൽ അവയർനെസ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ, അവസാനം കൊടുത്തിരിക്കുന്ന 6, 7, 8 എന്നുള്ളത് മെറിറ്റ് സെക്ഷനിൽ വരുന്ന സംഭവമാണ്. അതായത് ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഫോർ ദി മെയിൻ എക്സാമിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് വിൽ ബി ബേസ്ഡ് ഓൺ മാർക്സ് സ്കോർഡ് ഇൻ ദ മെറിറ്റ് സെക്ഷൻ ഓൺലി. അപ്പൊ ബാക്കിയെല്ലാം ജസ്റ്റ് ക്വാളിഫയിങ് സെക്ഷൻ ആണ്, റീസണിങ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ, ക്വാണ്ടിറ്റേറ്റീവ്. അപ്പം ഈ 3 ടോപ്പിക്കിൽ, അതായത് ജനറൽ അവയർനെസ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, ഇതിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിംഗ് വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മെയിൻ എക്സാമിനേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ജനറലിസ്റ്റ്. അപ്പൊ ഇവിടെ ഓരോ ഡിസിപ്ലിൻ അനുസരിച്ചാണ് ഇവർ മെയിൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതില് ജനറലിസ്റ്റിന്റെ വെച്ചാണ് തുടക്കം. ഇപ്പൊ ജനറലിസ്റ്റിന്റെ നോക്കാം. മെയിൻ എക്സാമിനേഷൻ 2 പേപ്പറാണ്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. ജനറൽ ഇംഗ്ലീഷ്, ഓൺലൈൻ ഡിസ്ക്രിപ്റ്റീവ്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ആണ്, ജനറൽ ഇംഗ്ലീഷ് ആണ് ആദ്യത്തേത്. 3 ക്വസ്റ്റ്യൻ 100 മാർക്ക് 90 മിനിറ്റ്. ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ടു ബി ടൈപ്പ് യൂസിങ് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് എഴുതേണ്ട ടെസ്റ്റ് ആണ്. പേപ്പർ 2 എന്ന് പറയുമ്പോൾ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, അതും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. ഒബ്ജക്റ്റീവ് ഉണ്ട്,
ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. ഒബ്ജക്റ്റീവ് 30 ക്വസ്റ്റ്യൻ 50 മാർക്ക് 30 മിനിറ്റിന്റെ ഉണ്ട്. അതുകൂടാതെ 6 ക്വസ്റ്റ്യൻ വിൽ ബി ആഫ്റ്റർ ഓഫ് വിച്ച് കാൻഡിഡേറ്റ്സ് വിൽ ബി റിക്വയർഡ് ടു അറ്റംപ്റ്റ് 4 ക്വസ്റ്റ്യൻ. അപ്പൊ 6 ക്വസ്റ്റ്യനിൽ 4 എണ്ണം അറ്റൻഡ് ചെയ്യണം. അതിൽ 50 മാർക്ക് 90 മിനിറ്റ്. ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ഇവിടെയും ഇത് ഐദർ ഇംഗ്ലീഷ് ഓർ ഹിന്ദി. അപ്പൊ ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 2 പേപ്പറാണ് മെയിൻ ആയിട്ടും ഈ മെയിൻ എക്സാമിനേഷൻ ഉള്ളത്. ഇപ്പൊ ജനറൽ ഇംഗ്ലീഷും എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസും. ഇനി സ്പെഷ്യലിസ്റ്റ് പറയുമ്പോൾ സ്പെഷ്യൽ ഡിസിപ്ലിൻസിലുള്ളവർക്ക് ആ പേപ്പർ 1 അത് തന്നെ ഇംഗ്ലീഷ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്, 3 ക്വസ്റ്റ്യൻ 100 മാർക്ക് 90 മിനിറ്റ് ആണ്, കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യേണ്ടതാണ്, സെയിം ആണ്. എന്നാൽ പേപ്പർ 2 സ്ട്രീം സ്പെസിഫിക് പേപ്പർ ആണ്. നിങ്ങൾ ഏത് ഡിസിപ്ലിൻ ആണോ ആ ഒരു ഡിസിപ്ലിന്റെ സ്പെസിഫിക് പേപ്പർ ആയിരിക്കും അവിടെ എഴുതാനുള്ളത്. അത് 30 ക്വസ്റ്റ്യൻ 50 മാർക്ക് 30 മിനിറ്റിന്റെ ഒബ്ജക്റ്റീവും 6 ക്വസ്റ്റ്യനിൽ 4 എണ്ണം 50 90 ഇങ്ങനെയുള്ള രീതിയിൽ. അപ്പൊ വ്യത്യാസം ഈ ഒരു പേപ്പറിന്റെ ആ ഒരു ഗ്രേഡിന് മാത്രമാണ്. ഓക്കെ. ഇനി രാജ്ഭാഷ 3ാമത്തെ പൊസിഷനിലേക്കുള്ളവർക്ക് പേപ്പർ 1 ഇംഗ്ലീഷ് തന്നെ, ഡിസ്ക്രിപ്റ്റീവ് ആണ്, 3 100 90 എന്നിങ്ങനെയാണ്. പേപ്പർ 2 ആകുമ്പോൾ സ്ട്രീം സ്പെസിഫിക് പേപ്പർ സെയിം ആസ് ദാറ്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ്. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോളിംഗ് റേഷ്യോ ടു ക്വാളിഫൈ ഫോർ ദി മെയിൻ എക്സാം. മെയിൻ എക്സാമിന് ക്വാളിഫൈ ചെയ്യാനുള്ള റേഷ്യോ എന്ന് പറയുന്നത് ആൻ ഇന്റർവ്യൂ ഷുഡ് ബി മാക്സിമം ഓഫ് 1:25. 25 പേരിൽ നിന്ന് ഒരാളെന്നുള്ള രീതിയിലായിരിക്കും മെയിൻ എക്സാമിന് അവര് എന്താ റേഷ്യോ കട്ട് ചെയ്തെടുക്കുക. ആൻഡ് 1:3 അതിൽ 3-1 എന്നുള്ളതിലായിരിക്കും ഇന്റർവ്യൂവിന് എടുക്കുക. ദ റേഷ്യോ മേ ബി സ്യൂട്ടബിളി റെഡ്യൂസ്ഡ് അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ബാങ്ക്. Candidates who qualify and rank sufficiently high as decided by NABARD shall be called for appearing at the main examination and interview. അത് നിങ്ങൾ ആ ഒരു സ്കോറിംഗ് അനുസരിച്ച് അത് വിളിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി there will be penalty for wrong answers marked by the candidate. Penalty ഉണ്ട്. For every wrong answer marked, 1/4 of the mark assigned to that question will be deducted as penalty in phase 1 and phase 2 both. അപ്പം 4-1 അതായത് ഇപ്പൊ 4 ക്വസ്റ്റ്യൻ ചെയ്തു അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ ചെയ്തു അറ്റൻഡഡ്, 4 എണ്ണം ശരിയായി 1 എണ്ണം തെറ്റി. ഇപ്പൊ 4 എണ്ണം ശരിയായി 1 എണ്ണം തെറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരെണ്ണം തെറ്റിയതിന് 1 മാർക്ക് ആണെങ്കിൽ അതിൽ 0.25 ഈ ശരിയായതിൽ നിന്ന് ഡിഡക്ട് ചെയ്യും. സോ നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 3.75 ആയിരിക്കും. 5 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം തെറ്റിയെങ്കിൽ 3.75 ആയിരിക്കും മാർക്ക്. ഇങ്ങനെയാണ് പെനാൽറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കട്ട് ഓഫ് ഇൻ phase 1 ആൻഡ് phase 2 മേ ബി അപ്ലൈഡ് ഇൻ 2 സ്റ്റേജസ്. കട്ട് ഓഫ് 2 സ്റ്റേജസിലാണ്. ഓൺ സ്കോർസ് ഓഫ് ഇൻഡിവിജ്വൽ ടെസ്റ്റ്, സ്കോർസ് ഇൻ ഇൻഡിവിജ്വൽ ടെസ്റ്റ്. അപ്പൊ ഇൻഡിവിജ്വൽ കട്ട് ഓഫും ഉണ്ട്, on total score, total cutoff ഉണ്ട്. Since the vacancies are earmarked discipline wise ആണ്. ഇപ്പൊ ജനറൽ അതേപോലെയാണ് ഡിസിപ്ലിൻ വൈസ് ആണ് വേക്കൻസി ഇട്ടേക്കുന്നത് കൊണ്ട് മെറിറ്റ് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് ഫോർ ഈച്ച് സ്റ്റേജ് വിൽ ബി പ്രിപ്പയർഡ് ഡിസിപ്ലിൻ വൈസ്. മെറിറ്റ് ലിസ്റ്റും ഡിസിപ്ലിൻ വൈസ് തന്നെ അവരിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ കാൻഡിഡേറ്റ്സ് ക്യാൻ ഗോ ടു ദ ബാങ്ക്സ് വെബ്സൈറ്റ് www.nabard.org/career. അതാണ് അവരുടെ വെബ്സൈറ്റ്. അവിടെ പോയി ക്ലിക്ക് ഓൺ ദി ഓപ്ഷൻ അപ്ലൈ ഓൺലൈൻ. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ഹെൽപ്പ് ഫെസിലിറ്റി ഉണ്ട്. അതായത് ഇൻ കേസ് ഓഫ് എനി പ്രോബ്ലം ഇൻ ഫില്ലിംഗ് അപ്പ് ദി ഫോം ഫില്ല് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പേയ്മെന്റ് ഓർ ഫീ ഇന്റിമേഷൻ ചാർജസ്, പേയ്മെന്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഓർ ഇൻ ഡൗൺലോഡിംഗ് ഓഫ് കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യുന്നതായിട്ട്, ഓർ കംപ്ലൈന്റ്സ് മേ ബി മെയ്ഡ് അറ്റ് കാൻഡിഡേറ്റ് ഗ്രീവാൻസ് ലോഡ്ജിങ് ആൻഡ് റെഡ്രസൽ മെക്കാനിസം. അതായത് http://cgrs.ibps.in. അപ്പം ഈ ഒരു കംപ്ലൈന്റ് പോർട്ടൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. Do not forget to mention NABARD officer in grade A, RDBS or DR in the subject of the email. Email അയക്കുമ്പം സബ്ജക്ട് വെക്കാൻ മറക്കരുത്. NABARD officer in grade A, RDBS, DR എന്നുള്ളത് വെച്ച് വേണം നിങ്ങൾക്ക് എന്തെങ്കിലും റെഡ്രസൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ആ മെയിൽ അയക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് അവർ ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ നബാർഡിന്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം വൃത്തിയായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ എഴുതാൻ സാധിക്കൂ. കാരണം എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് എന്നൊക്കെ പറയുന്ന അത്യാവശ്യം നല്ല പേപ്പർ തന്നെയാണ്. പക്ഷെ വൺസ് നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്താൽ RBI ഗ്രേഡ് ബിയുടെ എക്സാമിനൊക്കെ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഹെൽപ്ഫുൾ ആകും. അപ്പൊ അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് പഠിച്ചിട്ട് മാത്രം എഴുതാവുന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുക. വൺസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് വരെ കൃത്യമായ രീതിയിൽ അതിനു വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുക.
സോ അതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെങ്കിൽ, ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ നബാർഡിന് വേണ്ടിയിട്ട് കൃത്യമായ പരിശീലനം നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ ആൻഡ് താങ്ക് യു.